കഥ മുന്നോട്ട് പോകുന്തോറും നമ്മളെ പിടിച്ചിരുത്തുന്ന ത്രില്ലടിപ്പിക്കുന്ന കഥകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള വൺ പീസ്. ചിലപ്പോൾ ആദ്യമൊക്കെ പ്രതീക്ഷ എത്ര അടിപൊളിയായിട്ട് തോന്നണമെന്നില്ല. കഥ മുന്നോട്ട് പോകുന്തോറും അതിൻ്റെ ഡെപ്ത് കൂടുന്തോറും നമുക്ക് ഉറപ്പിക്കാം വൺ ഓഫ് ദ ബെസ്റ്റ് എനിമി, അല്ലെങ്കിൽ എൻ്റെ ഫേവററ്റ് എനിമി. ഓക്കെ, സ്വപ്നങ്ങൾക്ക് പുറകെ പോകാൻ പ്രേരിപ്പിക്കുന്ന ലൂഫിയുടെ കഥ ഇവിടെ തുടങ്ങുകയാണ്. ഹോപ്പ് യു ഗൈസ് എൻജോയ്സ് ഇറ്റ് ആൻഡ് വെൽക്കം ടു അർബൻ നൈറ്റ്സ്. കഥ തുടങ്ങുന്നത് ഗോൾഡി റോജർ എന്ന പൈററ്റ് കിങ്ങിൻ്റെ വധശിക്ഷയോടുകൂടിയാണ്. മരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറയും. ലോകത്തെ അമ്പരപ്പിച്ച, ലോകത്തെ ഇളക്കി മറിച്ച ഡയലോഗ് ഇങ്ങനെയാണ്: എൻ്റെ നിധിയല്ല നിങ്ങൾക്ക് വേണ്ടത്, എല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടുപിടിക്കുക. മരണത്തിൻ്റെ നിഴലിൽ നിന്നിരുന്ന ഗോൾഡി റോജറിൻ്റെ അവസാന വാക്കുകൾ ഒരു പൈററ്റ് ഇറക്കി കാരണമായി. ആളുകൾ ഗ്രാൻഡ്ലയിലേക്ക് വൺ പീസ് എന്ന നിധിക്കായി യാത്ര തുടങ്ങി. ഇവിടെ നിന്നാണ് തുടക്കം, പക്ഷേ ഇവിടെ നിന്നല്ല തുടക്കം. സോ ലെറ്റ്സ് ബിഗിൻ. കടലിലൂടെ ഒഴുകി നടക്കുന്ന ഉടൽ ബാരൽ കണ്ടിട്ട് ഒരു പാസഞ്ചർ ഷിപ്പിലെ ജീവനക്കാരൻ അത് കപ്പലിലേക്ക് അടുപ്പിച്ചു. ദൂരെ നിന്ന് അവരുടെ അടുത്തേക്ക് ഒരു പൈററ്റ് ഷിപ്പ് അടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ക്യാപ്റ്റനായിരുന്നത് ആൽവിദയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ കോബി ജോലി ചെയ്തിരുന്നത്. ശരിക്കും അവൻ അവളുടെ അടിമയാണെന്നൊക്കെ പറയാം. ഒരു ദിവസം ബോട്ടിൽ ചൂണ്ടിടാൻ പോയി അവനെ പൊക്കിയെടുത്ത് കപ്പലിൽ സ്ഥാപിച്ചതാണ്. പേടികൊണ്ട് മാത്രം അവൻ അവിടെ തന്നെ നിന്നു. പൈററ്റ്സ് അറ്റാക്ക് ചെയ്തു തുടങ്ങി. അവർ പാസഞ്ചർ ഷിപ്പിൻ്റെ അകത്തോട്ട് കയറി. അവിടെയുള്ള ആളുകളോട് വിലപ്പെട്ടതെല്ലാം ഊരിമാറ്റാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അതിനിടയ്ക്കാണ് നമ്മുടെ കോബി ബാരൽ കാണാനിടയാവുന്നത്. അപ്പോൾ തന്നെ അവൻ അത് ആൽവിഡെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായി. അത് ഉരുട്ടുന്നതിനിടയിലേക്കാണ് രണ്ട് പൈററ്റ്സ് അവനെ തടഞ്ഞു നിർത്തുന്നത്. അവർക്കത് വേണമെന്ന് ആവശ്യപ്പെട്ടു. അതിൽ മദ്യമാണല്ലോ. അപ്പോൾ അവിടെ ഒരു തർക്കവുമായി. ഇക്കാര്യം ആൽവിദയോട് അറിയിക്കരുതെന്നും രണ്ട് പൈററ്റ്സുകൾ അവനോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ലൂഫി ചാടുകയാണ്. നന്നായി ഉറങ്ങിയെന്ന് ആവേശത്തോടെ പറഞ്ഞുകൊണ്ടാണ് അവൻ ചാടുന്നത്. അവനെ കണ്ടതോടെ രണ്ട് പൈററ്റ്സുകൾ വാളുകൊണ്ട് വീശാൻ തുടങ്ങി. രണ്ട് ഇടി വെച്ച് കൊടുത്തു. അങ്ങനെ അവർ രണ്ട് വഴിക്ക് ഓടി. വിശപ്പിൻ്റെ അസ്കിതുള്ള ലൂഫി മണം പിടിച്ച് അത് ശേഖരിച്ചു വെച്ചിരിക്കുന്ന അറയിലെത്തി. നമ്മുടെ കോബി അവൻ്റെ കൂടെ കൂടി. അവൻ്റെ ആഗ്രഹമായ വൺ പീസ് കണ്ടുപിടിക്കുമെന്നും പൈററ്റ് കിങ് ആവുമെന്നും കോബിയോട് പറഞ്ഞു. ഇത് കേട്ടതോടെ അവനത് തൃപ്തിയായില്ല കോബിക്ക്. സത്യത്തിൽ എല്ലാവരും ഈ പൈററ്റ് കിങ്ങിൻ്റെ വൺ പീസ് തേടി നടക്കുകയാണ്. ഒരാൾക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരാൾ വന്നിട്ട് കണ്ടുപിടിക്കും, പൈററ്റ് കിങ് ആവുമെന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാനാവാത്തതാണ്. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു മറുപടി നമ്മുടെ ലൂഫി പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവൻ്റെ ആഗ്രഹമാണ്, അതവൻ്റെ സ്വപ്നമാണ്, അത് അവൻ ചെയ്യുക തന്നെ ചെയ്യും. അതിനുവേണ്ടി മരിച്ചാലും പ്രശ്നമില്ല. അത് കേട്ടതോടെ ഒരു ഇൻസ്പിറേഷൻ പോലെയായി കോബിക്ക്. അവൻ്റെ മനസ്സിലുണ്ടായിരുന്ന മെറൈൻ എന്നൊരാഗ്രഹവും അവൻ പൊടി തട്ടിയെടുത്തു. ഇടികിട്ടിയ രണ്ട് പൈററ്റ്സും ആൽവിദയോട് കാര്യം പറഞ്ഞു. അവർ വിചാരിച്ചത് ലൂഫി ഒരു പൈററ്റ് ഹണ്ടർ ആയിരിക്കുമെന്നാണ്. അങ്ങനെ ഗോദയിലേക്ക് ലൂഫിയെ നേരിടാൻ ആൽവിദ നേരിട്ട് വരികയാണ്. നേരിട്ട് വന്ന പൈററ്റ്സുകളെല്ലാവരും ഇടിച്ചിട്ടു. അങ്ങനെ അവൻ്റെ കൈ പില്ലറിൽ വലിച്ച് പിടിച്ച് നീട്ടിക്കൊണ്ട് ഒറ്റ വിടൽ. എല്ലാവരും പല വഴിക്കായി. എന്നിട്ട് അവൻ്റെ കൈ പുറകെ നിന്ന് വലിച്ച് നീട്ടിക്കൊണ്ട് ഒറ്റ വിടൽ. ആൽവിദയെ വാഹനത്തിൽ പറത്തി. പൈററ്റ് ഷിപ്പിൽ നിന്ന് സ്വർണ്ണങ്ങളെല്ലാം നൈസായിട്ട് ഒരു പെൺകുട്ടി അടിച്ചു മാറ്റി. ആരാണെന്നറിയാമല്ലോ അവൾ. അങ്ങനെ ബഹളങ്ങളൊക്കെ തീർന്നപ്പോൾ നേവിയും അവിടെ എത്തി. ലൂഫിയും കോബിയും നൈസായും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഇപ്പോഴും അവർക്ക് ക്രൂ മെമ്പർ ആവശ്യമാണ്. ശക്തനായ ക്രൂ മെമ്പർ, അതും ഗ്രാൻഡ് ലൈൻ കോങ്കർ ചെയ്യണം. കോബി തൊട്ടടുത്ത ദ്വീപിൽ കിടക്കുന്ന നേവി പിടിച്ചു വെച്ച സോറയെക്കുറിച്ച് പറഞ്ഞു. ബൗണ്ടി ഹണ്ടർ, അതായത് മനുഷ്യ ജന്മത്തിൽ ജനിച്ച ചെകുത്താൻ. സോ ഹി ചൂസ് ദ ഫസ്റ്റ് ക്രൂ മെമ്പർ, ദ സോറോ.